നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ ആന്റണി ഗോൾ അടിച്ചു. യുണൈറ്റഡ് ഗോൾ അടിപ്പിച്ചു എന്ന് പറയുന്നത് ശരി, പെനാൽറ്റിയിലൂടെ ആന്റണി ഗോൾ അടിച്ചു. അദ്ദേഹം ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അതിനൊരു റിലീഫ് എന്ന രൂപത്തിലാണ് ഈ ഒരു പെനാൽറ്റി അദ്ദേഹത്തെ കൊണ്ട് എടുപ്പിക്കുന്നതും അദ്ദേഹം ഗോളാക്കി മാറ്റുന്നതും. എന്തായാലും EFL കപ്പിൽ ഗോൾ വർഷം തന്നെ നടത്തിക്കൊണ്ട് ബേൺസ്ലിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത് 7-0. ആന്റണിയെ കൂടാതെ റാഷ്ഫോർഡ്, ഗർനാച്ചോ, എറിക്സൺ എന്നിവരാണ് ഗോളുകൾ നേടിയത്. അവരൊക്കെ ബ്രേസാണ് നേടിയത്. ഏതായാലും ശ്രദ്ധിക്കുക, ഗർനാച്ചോ 2 അസിസ്റ്റുകൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഒരു ബ്രേസും 2 അസിസ്റ്റും. ബ്രൂണോ ഫെർണാണ്ടസിനും 2 അസിസ്റ്റുകളുണ്ട്. ഏതായാലും 7-0 തകർപ്പൻ ജയം യുണൈറ്റഡ് നേടുമ്പോൾ വാർത്തയാവുന്നത് ആന്റണിയുടെ ഈ ഒരു ഗോളാണ്. പെനാൽറ്റി ആണെങ്കിലും അദ്ദേഹം ഒന്നും ഗോളടിച്ച് കണ്ടല്ലോ. കളിയുടെ തുടക്കത്തിൽ തന്നെ 16-ാമത്തെ മിനിറ്റിൽ തന്നെ റാഷ്ഫോർഡിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡ് എടുത്തിരുന്നു. 35-ാമത്തെ മിനിറ്റിലാണ് ആ സുപ്രധാന നിമിഷം വന്നത്. പെനാൽറ്റിയിലൂടെ ആന്റണി ഗോൾ അടിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ഗർനാച്ചോ തന്റെ ആദ്യ ഗോൾ കണ്ടെത്തിയതോടെ 3-0 എന്ന ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് യുണൈറ്റഡ് കളിക്കളം വിട്ടത്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഗർനാച്ചോ തന്റെ ബ്രേസ് പൂർത്തിയാക്കി സ്കോർ ലൈൻ 4-0 മാറ്റി. അതിനുശേഷം 58-ാമത്തെ മിനിറ്റിൽ റാഷ്ഫോർഡിന്റെ ബ്രേസ് പൂർത്തിയാകുന്നു. പിന്നെയാണ് എറിക്സന്റെ ഇരട്ട ഗോളുകൾ വരുന്നത്. കളിയുടെ 81-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം ആദ്യ ഗോൾ നേടുന്നത്. അതിനുശേഷം 85-ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോളും നേടി. 2 ഗോളുകൾക്കും അസിസ്റ്റ് ബ്രൂണോ ഫെർണാണ്ടസിന്റെ വകയായിരുന്നു. കളി അങ്ങനെ 7-0 എന്ന രൂപത്തിൽ തകർപ്പൻ ജയം സ്വന്തമാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിന്റെ